നമ്മൾ പൊളിറ്റിക്കൽ വീഡിയോസ് ധാരാളം ചെയ്തു പോകാറുണ്ട്. അങ്ങനെ പൊളിറ്റിക്കൽ വീഡിയോസിൽ ഇന്ന് കിട്ടുന്ന ഏറ്റവും അവസാനമായി പറയാവുന്ന മറ്റൊരു വീഡിയോ, ഇന്നത്തെ ദിവസത്തിൽ കിട്ടുന്ന മറ്റൊരു സാധ്യത, UDFിലേക്ക് ജോസ് കെ മാണി വരികയാണെങ്കിൽ കടുത്തുരുത്തിയും കൂടി കൊടുത്താൽ വരും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫിന് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം ഏറ്റുമാനൂരേക്ക് മാറിക്കഴിഞ്ഞാൽ ഏറ്റുമാനൂരിൽ വാസവൻ ഉള്ളതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നവരിലെ മന്ത്രിയാണ്. അപ്പോൾ വളരെ സുരക്ഷിതമായൊരു മണ്ഡലത്തിൽ നിന്ന് മോൻസ് ജോസഫ് മാറാൻ സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ മോൻസ് ജോസഫ് LDFിൽ വരുമോ? അപ്പോൾ കടുത്തുരുത്തിക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതല്ല, കടുത്തുരുത്തിക്കാർ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് മോൻസ് ജോസഫ് തന്നെ വീണ്ടും അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് വരുമോ? UDFിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് LDF സ്ഥാനാർത്ഥിയായിട്ട്, LDF സ്വതന്ത്രനായിട്ടോ അല്ലെങ്കിൽ LDFിലെ ഏതെങ്കിലും കക്ഷിയിൽ ചേർന്നിട്ടോ LDF സ്ഥാനാർത്ഥിയായിട്ട് വരുമോ? അതോ ഇനി പുതിയ പാർട്ടിയൊക്കെ രൂപീകരിച്ച് LDFിൻ്റെ കാൻഡിഡേറ്റ് ആകുമോ? അപ്പോൾ UDFിൻ്റെ കാൻഡിഡേറ്റ് വീണ്ടും ജോസ് കെ മാണി അവിടെ വരുമോ? ഇതൊരു കൗതുകമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി കടുത്തുരുത്തി മാറും. അങ്ങനെ വന്നാൽ, കാരണം ഒരു വശത്ത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, മാണിസാറിൻ്റെ മകനാണ്, അദ്ദേഹം പാലയിൽ തോറ്റു. ഇനി കടുത്തുരുത്തി കൂടെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പാർലമെൻ്ററി രംഗത്തെ മത്സര രംഗത്തെ ഒരു ഭാവി എന്താകും എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാവും അവരുടെ ഫോൾഡറുകളിൽ. അങ്ങനെ കടുത്തുരുത്തിയിൽ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കടുത്തുരുത്തിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. എന്തായാലും കേരള രാഷ്ട്രീയം കടുത്തുരുത്തിയിലേക്ക് നോക്കുമോ? നിലമ്പൂരിലേക്ക് നോക്കി കേരള രാഷ്ട്രീയം ആര് ജയിക്കും എന്നറിയാൻ ദേശീയതലത്തിൽ പോലും വലിയ ശ്രദ്ധ നേടിയ ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടന്നത്. അതുപോലെ തന്നെ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ദേശീയ രാഷ്ട്രീയക്കാരുടെ ശ്രദ്ധാകേന്ദ്രമായി കടുത്തുരുത്തി മാറുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കടുത്തുരുത്തിക്കാർക്ക് ഒരു ആവേശമുണ്ടാകും, പാർട്ടിക്കാർക്ക് നിരാശകളുണ്ടാകും. കാരണം വളരെ പ്രധാനപ്പെട്ട ആളുകൾ വന്ന് മത്സരിക്കുമ്പോൾ, ഇപ്പോൾ UDFിലേക്ക് മോൻസ് ജോസഫ് വരികയാണെങ്കിൽ UDFിൽ നിന്ന് മോൻസ് ജോസഫ് അല്ല, UDFിലേക്ക് ജോസ് കെ മാണി വരികയാണെങ്കിൽ മോൻസ് ജോസഫ് അവിടെ നിന്ന് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന UDF പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. LDFിലേക്ക് പോയാൽ ആരെങ്കിലും കൂടെ പോകുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തായാലും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ ഗൗരവമായ ചർച്ചകൾ നടക്കുന്നു. അത് പ്രധാനമായും UDFിലേക്ക് ജോസ് കെ മാണി വരുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അങ്ങനെ വരുമെങ്കിൽ സീറ്റുകളുടെ പ്രശ്നവുമുണ്ട്. ഏത് സീറ്റിൽ മത്സരിക്കും? കാര്യം ജോസ് കെ മാണിക്ക് സുരക്ഷിതമായൊരു സീറ്റ് ആവശ്യമുണ്ട്. പാലായിൽ എന്തായാലും ഒരു റിസ്ക് എടുക്കാൻ ജോസ് കെ മാണി തയ്യാറല്ല. പ്രത്യേകിച്ച് അദ്ദേഹം ചെല്ലും എന്ന് മനസ്സിലാക്കി തന്നെ ശക്തമായ രീതിയിൽ മാണി സി കാപ്പൻ ഫീൽഡിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് എത്ര എളുപ്പമായിരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും കടുത്തുരുത്തി വീണ്ടും കടുക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ UDF കാൻഡിഡേറ്റായിട്ട് ജോസ് കെ മാണിയും LDF കാൻഡിഡേറ്റായിട്ട് മോൻസ് ജോസഫ് വരുമോ എന്നുള്ള ഒരു കൗതുകം, അതൊരു കൗതുകമാണ്. ഇപ്പോൾ ഒരു സാധ്യതയും പറയാൻ കഴിയത്തില്ല, കാരണം അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ നിലവിലില്ല. കാരണം മോൻസ് ജോസഫ് ശക്തനായ നേതാവാണ് ജോസഫ് ഗ്രൂപ്പിലെ. മാത്രമല്ല അദ്ദേഹം മന്ത്രി വരെ ആകാൻ സാധ്യതയുള്ളൊരു നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ ഈ ചർച്ചയും എയറിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും കടുത്തുരുത്തിയിലെ തിരഞ്ഞെടുപ്പ് സംസ്ഥാന ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുമോ എന്നുള്ളതാണ് ഏറ്റവും സൂചനയുള്ള അതിലുള്ള വാർത്തയുടെ ത്രെഡ്.